സന്തോഷമുള്ള ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങളാരും ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ, അതോ മറ്റാരെങ്കിലും ആകുമോ, അതോ റിയാസ് ആകുമോ എന്നുള്ളതും കൂടി നിങ്ങൾ ചോദിക്കണം. യഥാർത്ഥത്തിൽ സന്തോഷമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച്. കാരണം മുഖ്യമന്ത്രി യു ഡി എഫിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു സംശയമില്ല, ഒരു നവമാധ്യമങ്ങൾക്കും സംശയമില്ല. അല്ല, AICCക്ക് ഉള്ള ഒരു രീതിയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ തന്നെ പ്രഗത്ഭരായവരിൽ നിന്ന് ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസിന്, യു ഡി എഫിന്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ ഒരാളെ AICC പ്രഖ്യാപിക്കും. അതിനകത്തൊരു ചർച്ച വരേണ്ട ആവശ്യമില്ല, ആരും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും അധികാരം കിട്ടുക കൃത്യമായിട്ട് അറിയുള്ളൂ. അപ്പൊ അതിന് മുന്നേ ഇത്തരത്തിലുള്ള ഈ ഒരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കോൺഗ്രസിനകത്ത് വരുന്നത് തന്നെ നല്ലതാണ്. അല്ല, ഇതിന്റെ മറുപടി നിങ്ങൾ കൊടുക്കണം കേട്ടോ. കോൺഗ്രസിനകത്തും നല്ല ചർച്ച വന്നത് എവിടുന്നാ? ചർച്ച വന്നത് മാധ്യമങ്ങൾക്കുള്ളിൽ നിന്ന്. നിങ്ങൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഞാൻ എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുക. കാരണം നിങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫിൽ നിന്നാണ് മുഖ്യമന്ത്രി എന്ന് പറയുകയും അത് ആരായിരിക്കുമെന്ന് നിങ്ങൾ വലിയ ആവേശത്തോടെ, വലിയ ആൻസൈറ്റിയോടെ നിങ്ങൾ ചിന്തിക്കുന്നു. അതാണ് ആൻസൈറ്റിയോടെയാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് യു ഡി എഫുകാർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ആര് മുഖ്യമന്ത്രി ആയാലും യു ഡി എഫിനെ സംബന്ധിച്ച് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. കൃത്യമായ കുറിക്ക് കൊള്ളുന്ന മറുപടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത് ദീപ്തി മേരി വർഗീസ്. പെണ്ണൊരുത്തി നല്ല കുറിക്ക് കൊള്ളുന്ന മറുപടിയുമായിട്ട് ഇറങ്ങി എന്നുള്ളതാണ്, വളരെ കൃത്യമായിട്ട്. എന്നാണെങ്കിലും സന്തോഷം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഈ ഏപ്രിൽ 9 വൈകുന്നേരം പോളിംഗ് അവസാനിപ്പിച്ചപ്പോൾ മുതൽ നമ്മുടെ സന്തോഷം ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയതാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വി.ഡി. സതീശൻ പറഞ്ഞ 100+ എന്ന് പറയുന്ന ഫിഗർ എത്രയാണ്, ഓരോരുത്തരുടെയും ഭൂരിപക്ഷം എത്രയാണ് എന്നൊക്കെയുള്ളത് അറിയാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ് യു ഡി എഫുകാരനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇവിടെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ആവേശപൂർവം നടത്തുമ്പോൾ അവർക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നെയാണ് ആവേശത്തോടെ അവരെ ചർച്ചകൾ നടത്തുവാനും ഇടയിൽ ഒന്ന് കോലിട്ട് തിരിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്, UDF എന്നൊക്കെ പറയുന്ന സംവിധാനത്തിനുള്ളിൽ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 അല്ല 8 അല്ല 9 അല്ല 10 അല്ല അർഹരായിട്ടുള്ള കഴിവുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ വേണം. അത് കോൺഗ്രസിന്റെ രീതി അങ്ങനെയാ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ അവസരങ്ങളുള്ള ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാ. ആർക്കും അഭിപ്രായം പറയാം, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും, അവസാനം ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം പക്ഷേ റിസൾട്ട് വരുമ്പോൾ ആ തീരുമാനം മാധ്യമങ്ങളെ വിളിച്ച് പറയിക്കും. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനേക്കാളും UDFിനേക്കാളും UDFിലെ മറ്റുള്ള പാർട്ടികളായ മുസ്ലിം ലീഗ്, RSP, RSP എന്നൊക്കെ പറയുന്ന ഏതൊക്കെ പാർട്ടിയുണ്ടോ അവരെക്കാളൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി UDFകാരനായിരിക്കും, UDFിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ചത് കോൺഗ്രസ്സുകാരനല്ല, മുസ്ലിം ലീഗുകാരനല്ല, UDFകാരനല്ല, അവനൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ ശക്തമായ ഒരു കാരണവശാലും അത് തകരില്ല എന്നുറപ്പുള്ളത് ആർക്കാണ്? ആ വിശ്വാസം തകരില്ല എന്നുറപ്പുള്ളത് ആർക്കാ? ഒന്ന് പിണറായി വിജയനാണ്, പിന്നൊന്ന് പിണറായി വിജയന്റെ അടിമകൾക്കാണ്, അല്ലേ? ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? വിജയം പ്രതിപക്ഷ നേതാവുമോ? കോമഡി എന്ന് പറഞ്ഞാൽ ഭൂലോക കോമഡി ആയിരിക്കും. ഇത്ര ദിവസവും സർക്കാർ ഖജനാവിൽ നിന്ന് പണമിറക്കി PR ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നിട്ട് എങ്ങനെ PR ചെയ്യും? വിജയന്റെ പോക്കറ്റിൽ നിന്നല്ലല്ലോ ഇത്ര ദിവസം PR-ന് കാശിറക്കിയ സർക്കാർ ഖജനാവിൽ നിന്നല്ലേ. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ
PR ഒക്കെ എവിടുന്ന് മണി വരും? പിന്നെന്താ ഒരു ആകെ ഉള്ളൊരു സമാധാനം എന്താ? വയനാട്ടിലെ ദുരിതബാധിതരെ കൊള്ളയടിച്ച പണം അത് കുറച്ചുണ്ട്. കോവിഡ് കാലത്ത് മറ്റേ PPE കിറ്റും N95 മാസ്കും വാങ്ങിയതിൽ കൊള്ളയടിച്ച കോടികൾ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ അടിച്ചു മാറ്റി നക്കിയ പിന്നെ ഏറ്റവും വലിയ കൂടുതൽ കാശ് വന്നിരിക്കുന്നത് PPE കിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ദുരിതബാധിതരെ കൊള്ളയടിച്ചിട്ടോ അല്ല, മറിച്ച് അയ്യൻ്റെ പൊന്ന് കൊള്ളയടിച്ചതാ. അയ്യൻ്റെ പൊന്ന് ഉരുക്കി വിറ്റല്ലോ. അങ്ങനെ ഒരു കണക്കില്ലാത്ത അത്രയും കാശ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാശൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഒരു 5 കൊല്ലം PR നടത്താൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദനയാ. ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ഖജനാവിൽ പണം ഉണ്ടായിന്, അല്ലെങ്കിൽ CMDRF പണം ഉണ്ടായിന്. ഇനി എവിടെയും പണമില്ലെങ്കിൽ ശബരിമലയിൽ അയ്യൻ്റെ പൊന്നുണ്ടായിന്, ഇതൊക്കെ ഉണ്ടായിന്. ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇനി എന്താ പ്രശ്നം? ഇനിയിപ്പോൾ സമ്പാദിച്ച് വെച്ചതിന് എടുത്ത് കൊടുക്കണം. കൊള്ളയടിച്ചു സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതിൽ നിന്ന് വേണം ഇനി ചെലവഴിക്കാൻ. ഇത്രയും കാലം അങ്ങനെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഒരു ഉറുപ്യ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. പോക്കറ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നെയ്മീൻ തിന്നാൻ പോലും ഖജനാവിൽ നിന്നാ പണം. അമേരിക്ക പോയത് ഖജനാവിൽ നിന്നാ പണം. എന്ന് പറഞ്ഞാൽ തിന്നതും തൂറിയതും നീന്തിയതും കുളിച്ചതും ഇതൊന്നും ഇയാളല്ല കേട്ടോ, വേറെ ആൾക്കാർ. നീന്തിയതും കുളിച്ചതും ഒക്കെ ഖജനാവിൽ നിന്നാ. ഇപ്പം എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇപ്പം 4-ാം തീയതി റിസൾട്ട് വരാൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അധികാരം ആ ഒരു ടൈം പീരീഡ് കഴിയണം അധികാരത്തിലേക്ക് എത്താൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അധികാരത്തിലേക്ക് ആര് എന്നുള്ള ചോദ്യത്തിനൊന്നും യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? എന്താണെങ്കിലും പെണ്ണൊരുത്തി വളരെ കൃത്യമായി പലപ്പോഴും ഇതേ ചോദ്യങ്ങളുമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മുമ്പിൽ ഈ മാപ്രകൾ വന്നപ്പോൾ അവർക്ക് അവരുടെ മുന്നിൽ ഒരു എന്താ പറയണ്ടേ ഒരു കൃത്യമായ ഒരു മൂർച്ചയുള്ള മറുപടി പറയാൻ സാധിക്കാതെ ഇരുന്ന പല ആളുകളുമുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പല ആളുകളുമുണ്ട്. അവരുടെ ഇടയിൽ പെണ്ണൊരുത്തി ദീപ്തി മേരി വർഗീസ് വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും മുഖ്യമന്ത്രി അത് UDF നിന്നാണ്, മുഖ്യമന്ത്രി അത് കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കങ്ങളൊന്നുമില്ല, അല്ലേ? ആർക്കും ആ കാര്യത്തിൽ ഇവൻ കോൺഗ്രസിനെയും UDF മുസ്ലിം ലീഗിനെയും UDF മറ്റു പാർട്ടികളെയും ഒക്കെ കൊത്തിക്കീറാൻ നടക്കുന്ന ആളുകൾക്കും ഈ കാര്യത്തിൽ എന്ത് ഭരണം ആർക്കാണ്, മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ അത് UDF ഭരണം UDF എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ആർക്കും സംശയമില്ല. ആ കാര്യത്തിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്ന ചർച്ച സ്വാഭാവികമായിട്ടും ഇത് മാധ്യമങ്ങളുടെ ചർച്ചയാ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഇടങ്ങളിലൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ല. കോൺഗ്രസിലൊന്നും അത്തരം ചർച്ചകളൊന്നും നടക്കുന്നില്ല. ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാധ്യമങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ്. അവരുണ്ടാക്കിയ ചർച്ചകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങളുമായിട്ട് വലിയ ബിസിയാണ്. കേരളത്തിലല്ല ഞാൻ പറയുന്നത്, കേരളത്തിന് പുറത്ത്. ഓഫ് കോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തീരുമാനമെടുക്കേണ്ടതും അത് ചർച്ച ചെയ്യേണ്ടതും ഹൈക്കമാൻഡും AICCയുമാണ്. അവരാണെങ്കിലോ ഇപ്പോൾ പാർലമെൻറ്റിലെ ബില്ലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും ഈ ചർച്ചകൾ നടക്കുന്നില്ല. ഈ ചർച്ചകളിൽ ഈ പല നിരീക്ഷകന്മാർ, പല ഒരു പണിയുമില്ലാത്ത ചില വക്കീലന്മാർ, അങ്ങനെ കുറേ ആളുകൾ ഉണ്ണാക്കന്മാർ വന്നിരുന്ന് കണകുണ എന്ന് പറയാന്നല്ലാതെ അതിനനുസരിച്ച് ഇവരെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് ഓരോ ചാനലുകാരും അങ്ങനെയാണ്. ഓരോരുത്തർക്കും അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതിൽ ചർച്ച ഒന്നാണെങ്കിലും അജണ്ടകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചില ആളുകൾ VD സതീശൻ്റെ പേരിൽ ചർച്ച, ചില ആളുകൾ KC വേണുഗോപാലിൻ്റെ പേരിൽ ചർച്ച, ചില ആളുകൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ പേരിൽ ചർച്ച, മറ്റ് ചില ആളുകളാണെങ്കിലോ അവർ ചിലപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചർച്ച. അങ്ങനെ പല ചർച്ചകളും നടത്തുന്നു. അത് അവരുടെ അജണ്ട ആദ്യമേ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആർക്കാ സംസാരിക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ കുറേ നിരീക്ഷണ ബാണങ്ങളെ കൊണ്ടുകൂടുന്ന ഇരുത്തിയിട്ട് ഇങ്ങനെ 24 മണിക്കൂർ ലൈവാക്കി നിർത്തണമല്ലോ.
അതിനു വേണ്ടിയുള്ള ശ്രമം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം ഈ ഒരു ചർച്ച ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ചർച്ച ചെയ്യാൻ, വേറെ വിഷയങ്ങളില്ല, വേറെ വാർത്തകളും ഇല്ല. അത്രത്തോളം ദാരിദ്ര്യമാണ് വാർത്തക്ക്. അപ്പോൾ ഈ രാവിലെ മുതൽ അറ്റ്ലീസ്റ്റ് രാത്രി ഒരു 10 മണി 11 മണി വരെയെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കണമല്ലോ. അതിനുള്ള ഒരു തത്രപ്പാടാണ് മാധ്യമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് മാത്രമാണ്. സതീശനാണെങ്കിലോ, സതീശൻ കഴിഞ്ഞ ദിവസം നമ്മളെ കുട്ടിക്കാനത്ത് മല കയറിയിരുന്നു. അപ്പം അദ്ദേഹമൊക്കെ വളരെ കൃത്യമായിട്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയിട്ട് അദ്ദേഹം ഒന്ന് റിലാക്സായി, ഒന്ന് മലയൊക്കെ കയറി ഒന്ന് റിലാക്സായി കുടുംബത്തോടൊപ്പം ഒക്കെ ചിലവഴിച്ച് വളരെ റിലാക്സ് ആയിട്ട് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഡൽഹിയിലാണെങ്കിൽ എല്ലാവരും പാർലമെൻറ്റിൽ തിരക്കിലാണ്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളുമില്ല. ചർച്ചകൾ അത്രയും മാധ്യമങ്ങളില്ല. പിന്നെ ഇവർ രാവിലെ തന്നെ ഈ മൈക്കും തൂക്കി ഓരോ കോൺഗ്രസ് നേതാക്കളെ തെളഞ്ഞു പിടിക്കുക, ഓരോരുത്തർ എവിടെയാണ് ഉള്ളത് നോക്കിയിട്ട് അന്വേഷിച്ച് അവിടെ ചെന്നിട്ട് ആരാ മുഖ്യമന്ത്രി, ആദ്യ ചോദ്യം തന്നെ അതാ. മനസ്സിലായില്ലേ? എന്താണെങ്കിലും മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ മാപ്രക്കും സഖാവിനും വിജയനും വിജയന്റെ അടിമകൾക്കും തീട്ടം തീനികൾക്കും ഒന്നും ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്.